സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. സംതൃപ്തൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23:1-3. പുരോഹിതൻ സംതൃപ്തനാണ്. അവനെ വിളിച്ച് ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് ഓരോ ദിവസവും അവനെ സംതൃപ്തനാക്കുന്നു. ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒന്നും അവന് കുറവില്ല. അവന് നഷ്ടമായി എന്ന് ബാഹ്യലോകത്തിന് തോന്നാവുന്ന കാര്യങ്ങൾ പല മടങ്ങായി അതിശ്രേഷ്ഠമായ രീതിയിൽ കർത്താവ് അവന് നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനവും ഒരുപാട് മനുഷ്യരുടെ സ്നേഹവും സൗഹൃദവും കരുതലും കൊണ്ട് ധന്യമാണ് അവൻ്റെ ജീവിതം. അവൻ്റെ ജീവിതത്തിൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ അവനെ പ്രാപ്തനാക്കിക്കൊണ്ട് കർത്താവ് അവനെ സംതൃപ്തനാക്കുന്നു. അതുപോലെ അവൻ്റെ വിജയങ്ങളിലും സന്തോഷങ്ങളിലും വേദനകളിലും നിരാശകളിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അവൻ സംതൃപ്തനാകുന്നു. ഈ സംതൃപ്തിയുടെ അനുഭവം അവൻ്റെ ദൗത്യം കൂടുതൽ ധന്യവും സജീവവുമാക്കുന്നു. നിറവുകളുടെ, അനുഗ്രഹങ്ങളുടെ, സന്തോഷത്തിൻ്റെ കഥ പറയുന്നവനാണ് പുരോഹിതൻ. അത് സംതൃപ്തിയുടെ സാക്ഷ്യമാണ്. പരാതിയുടെയോ പരിദേവനത്തിൻ്റെയോ വാക്കുകൾ ഉരുവിടാൻ അവൻ്റെ നാവിന് കഴിയില്ല. ഇല്ലായ്മകളുടെയും കുറവുകളുടെയും കണക്കുകളും അവൻ നിരത്തുന്നില്ല. അത്രമാത്രം കരുതലോടെയാണ് ദൈവം അവനെ കൊണ്ടു നടക്കുന്നത്. അത് അവൻ്റെ അനുദിന ജീവിതാനുഭവമാണ്. ദൈവമാണ് തന്നെ വിളിച്ചതെന്നും അവിടുന്നാണ് തന്നെ തിരഞ്ഞെടുത്തതെന്നും നയിക്കുന്നതെന്നും അവിടുത്തെ ദൗത്യമാണ് താൻ ചെയ്യുന്നതെന്നുമുള്ള ബോധ്യം അവൻ്റെ സംതൃപ്തി കൂടുതൽ നിറവുള്ളതാക്കുന്നു. ഇപ്രകാരം ഈ ജീവിതം ഒരു മഹാഭാഗ്യമായും അനുഗ്രഹമായും അവന് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ എത്രയോ പവിത്രവും ശ്രേഷ്ഠവുമാണെന്ന ചിന്ത അവൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയുമെല്ലാം ആനന്ദപൂർണമാക്കുന്നു. സംതൃപ്തി അനുഭവിക്കുന്നതോടൊപ്പം പുരോഹിതൻ മറ്റുള്ളവരെ സംതൃപ്തരാക്കുകയും ചെയ്യുന്നു. വിശന്നു വലഞ്ഞ ജനത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി ഗുരുവും നാഥനുമായ യേശു അപ്പം വർദ്ധിപ്പിച്ച് അവരെ സംതൃപ്തരാക്കി. പലതരത്തിലുള്ള വിശപ്പുമായി തന്നെ സമീപിക്കുന്ന വ്യക്തികളെ സ്നേഹത്താലും ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും പുരോഹിതൻ സംതൃപ്തിപ്പെടുത്തുന്നു. ആ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി.
അതുതന്നെയാണ് തൻ്റെ നാഥൻ്റെ സംതൃപ്തി എന്ന സത്യം അവനെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു. നിറഞ്ഞ സംതൃപ്തിയോടെ തൻ്റെ സഹയാത്രികരുമായി അവൻ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ യാത്രയിലേക്ക് നോക്കുക. എത്രയെത്ര കാര്യങ്ങളിൽ തമ്പുരാൻ എന്നെ സംതൃപ്തനാക്കിയിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ, സമൂഹ ജീവിതത്തിൽ, എൻ്റെ ദൗത്യമേഖലയിൽ, അങ്ങനെ എല്ലായിടത്തും എത്രമാത്രം സംതൃപ്തി ഞാൻ അനുഭവിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ പൗരോഹിത്യ ജീവിതം സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപ യാചിക്കുക.